പണം എങ്ങനെ ചിലവാക്കണം? കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഒരു ദിവസം അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം ഹസ്തിനപുരത്തിന് പുറത്തുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു ചെറിയ ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു വൃദ്ധൻ വഴിയരികിലിരുന്ന് കരയുന്നത് അവർ കാണാനിടയായി. അർജുനൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? വൃദ്ധൻ കണ്ണീരോടുകൂടി പറഞ്ഞു, ജീവിതം മുഴുവൻ ഞാൻ സമ്പാദിച്ചു, പക്ഷേ പണം എങ്ങനെ ചെലവാക്കണമെന്ന് ഒരിക്കലും പഠിച്ചില്ല. ആവശ്യമുള്ളപ്പോൾ ഞാൻ ചിലവാക്കിയില്ല. ഭാര്യയുടെ ചെറിയ ആഗ്രഹങ്ങൾ നിറവേറ്റിയില്ല. മക്കളോടൊപ്പം ഒരു ദിവസം സന്തോഷത്തോടെ യാത്ര പോയില്ല. ദരിദ്രർ വാതിൽക്കൽ വന്നപ്പോൾ കൈ നീട്ടിയില്ല. പിന്നെയാകാം എന്ന് പറഞ്ഞ് എല്ലാം മാറ്റിവെച്ചു. ഇന്ന് പണം ബാക്കിയുണ്ട്, പക്ഷേ ഭാര്യയില്ല, മാതാപിതാക്കളില്ല, സുഹൃത്തുക്കളില്ല, ആരോഗ്യമില്ല. ഇപ്പോൾ ഈ പണത്തിന് എന്നെ ചിരിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ നിശബ്ദനായി. അല്പം മുന്നോട്ട് നടന്നപ്പോൾ ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന കുടുംബത്തെ അവർ കണ്ടു. അവർക്ക് വലിയ സമ്പത്തൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അന്ന് പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് ഒരു വിഹിതം വിശന്നെത്തിയ യാത്രക്കാരന് അവര് സന്തോഷത്തോടുകൂടി കൊടുത്തു. അത് കണ്ട അർജുനൻ അത്ഭുതപ്പെട്ടു. കേശവ, ഇവർക്ക് ഒന്നുമില്ല, എന്നിട്ടും ഇവർ കൊടുക്കുന്നു. അവിടെ ധാരാളം ഉണ്ടായിരുന്നവൻ ഒന്നും നൽകിയില്ല. എന്താണ് ഇതിന്റെ രഹസ്യം? ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, പണം മനുഷ്യന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം അത് ഒരു ഉപകരണമാണ്. മനുഷ്യന്റെ മനസ്സിൽ കയറിയാൽ അത് യജമാനനായി മാറും. പണം ചിലവാക്കുന്നത് തെറ്റല്ല, പക്ഷേ അത് എവിടെ ചിലവാക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ മൂല്യം തീരുമാനിക്കുന്നത്. അർജുനൻ വീണ്ടും ചോദിച്ചു, അപ്പോ പണം എങ്ങനെ ചിലവാക്കണം? ശ്രീകൃഷ്ണൻ ശാന്തമായി പറഞ്ഞു, ആദ്യം നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ചിലവാക്കുക. അതിനുശേഷം നിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ചിലവാക്കുക. പിന്നീട് നിന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി ചിലവാക്കുക. അതിനുശേഷം ആവശ്യമുള്ളവരുടെ കണ്ണീരൊപ്പാൻ ചിലവാക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും ശേഷിക്കുന്നതിനെ ഭാവിക്കായി കരുതി വയ്ക്കുക. എന്നാൽ നാളെ ജീവിച്ചിരിക്കുമോ എന്നറിയാതെ ഇന്നത്തെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് പണം മാത്രം കൂട്ടിവെക്കുന്നവൻ ഏറ്റവും വലിയ ദരിദ്രനാണ്. കാരണം പണം ജീവിതത്തെ സുരക്ഷിതമാക്കാം, പക്ഷേ ജീവിക്കേണ്ട നിമിഷങ്ങളെ തിരികെ വാങ്ങാൻ അതിന് സാധിക്കില്ല. അർജുനൻ ചോദിച്ചു, അതായത് കൂടുതൽ സമ്പാദിക്കേണ്ടതില്ലേ? ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സമ്പാദിക്കണം അർജുന, സമ്പാദിക്കണം, ധാരാളം സമ്പാദിക്കണം. പക്ഷേ ഓർക്കുക, പണം കൈവശമുണ്ടാകുന്നത് അനുഗ്രഹമാണ്. പണം ഹൃദയം കൈവശപ്പെടുത്തുന്നത് ദുരന്തമാണ്. ചിലവാക്കുമ്പോൾ ആഡംബരത്തിനല്ല, അർത്ഥത്തിനാണ് മുൻഗണന നൽകേണ്ടത്. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന പണമാണ് യഥാർത്ഥ സമ്പത്ത്. മരണശേഷം നിന്റെ ബാങ്കിലെ സംഖ്യകൾ ആരും ഓർക്കില്ല, പക്ഷേ നിന്റെ പണം കൊണ്ട് പിരിഞ്ഞ ഒരു പുഞ്ചിരി, തുടച്ചു മാറ്റിയ ഒരു കണ്ണീർ, രക്ഷപ്പെട്ട ഒരു ജീവിതം, അവ കാലം മായ്ക്കാത്ത സമ്പത്തായിരിക്കും. അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആ ദിവസം അവൻ മനസ്സിലാക്കി, പണം എത്ര സമ്പാദിച്ചു എന്നതല്ല ജീവിത വിജയം, അത് എത്ര വിവേകത്തോടെ, സ്നേഹത്തോടെ, ധർമ്മത്തോടെ ചെലവാക്കി എന്നതാണ് യഥാർത്ഥ സമ്പത്ത്. സമ്പാദ്യം ജീവിതത്തിന് സുരക്ഷ നൽകും, എന്നാൽ വിവേകത്തോടെ ഉപയോഗിച്ച സമ്പത്ത് ജീവിതത്തിന് അർത്ഥം നൽകും. വിശക്കുന്നവന് അന്നമായും, വിദ്യാർത്ഥിക്ക് വിദ്യയായും, രോഗിക്ക് ചികിത്സയായും, ആവശ്യമുള്ളവന് ആശ്വാസമായും മാറുന്ന പണമാണ് യഥാർത്ഥ സമ്പത്ത്. സമ്പാദ്യം ബാങ്ക് അക്കൗണ്ടിൽ വളരും, പക്ഷേ ധർമ്മപൂർവം ചെലവഴിച്ച പണം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വളരും. അതുകൊണ്ട് സമ്പന്നൻ എന്നത് കൂടുതൽ പണമുള്ളവനല്ല, തൻ്റെ സമ്പത്ത് കൊണ്ട്
കൂടുതൽ നന്മ ചെയ്യാൻ കഴിയുന്നവനാണ്.